സ്മാർട്ട് ശ്രീയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വ്യാവസായിക നയങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക നയങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ വ്യാവസായിക നയം 1948 ആണ്. 1948 വ്യാവസായിക നയം. ഈ നയപ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയെ നിർവചിച്ചു. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണെന്ന്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായി തിരിച്ചിരിക്കുന്നത് ഏത് വ്യാവസായിക നയപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948 വ്യാവസായിക നയപ്രകാരമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയെ നിർവചിച്ചിരിക്കുന്നത്. ഈ നയപ്രകാരം ഇന്ത്യയിലെ വ്യവസായങ്ങളെ 4ആയി തിരിച്ചു. ഒന്ന്, പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളത്. പൂർണ്ണമായിട്ടും സർക്കാർ ഉടമസ്ഥതയിലുള്ളത്. രണ്ടാമത്തെ, സ്വകാര്യ വ്യവസായങ്ങൾ. മൂന്നാമത്തെ, പൊതു സ്വകാര്യ വ്യവസായങ്ങൾ. നാലാമത്തെ, സ്വകാര്യ സഹകരണ വ്യവസായങ്ങൾ. 1948 വ്യവസായ നയപ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായിട്ട് നിർവചിച്ചിരിക്കുന്നു. ഈ നയപ്രകാരം ഇന്ത്യയിലെ വ്യവസായങ്ങൾ എത്രയായിട്ട് തിരിച്ചു? പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ, സ്വകാര്യ വ്യവസായങ്ങൾ, പൊതു സ്വകാര്യ വ്യവസായങ്ങൾ, സ്വകാര്യ സഹകരണ വ്യവസായങ്ങൾ. ഇപ്പോൾ 1948 ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറഞ്ഞാൽ ഇത്രയേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇന്ത്യയെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായി നിർവചിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? 1948 സമ്പദ് വ്യവസ്ഥയാണ്. എത്ര തരത്തിലുണ്ട്? പൂർണ്ണമായി സർക്കാർ ഉടമസ്ഥയിലുള്ള വ്യവസായങ്ങൾ, സ്വകാര്യ വ്യവസായങ്ങൾ, പൊതു സ്വകാര്യ വ്യവസായങ്ങൾ, ദെൻ സ്വകാര്യ സഹകരണ വ്യവസായങ്ങൾ എന്നിങ്ങനെ വ്യവസായങ്ങളെ 4ആയിട്ട് തിരിച്ചു. അപ്പോൾ 48 വ്യാവസായിക നയം കഴിഞ്ഞു. ഇനി 1956 വ്യാവസായിക നയമാണ്. 1956 വ്യാവസായിക നയം. 1956 വ്യാവസായിക നയം 1948 വ്യാവസായിക നയത്തിന്റെ ഒരു പുനഃപരിശോധനയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ്. ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ മാഗ്ന കാർട്ട, ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യാവസായിക നയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956 വ്യാവസായിക നയമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന, ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യാവസായിക നയം 1956 വ്യാവസായിക നയമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1948 വ്യാവസായിക നയത്തിന്റെ പുനഃപരിശോധനയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് 1956 വ്യാവസായിക നയം. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന, ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന് മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യാവസായിക നയമാണ് 1956 വ്യാവസായിക നയം. നെക്സ്റ്റ്, ഈ 1956 വ്യാവസായിക നയം മഹലാനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനപ്പെടുത്തി മഹലാനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനപ്പെടുത്തി ഫോം ചെയ്തിട്ടുള്ള വ്യാവസായിക നയമാണ് 1956 വ്യവസായ നയം. മഹലാനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനപ്പെടുത്തി ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് മഹലാനോബിസ് വളർച്ചാ മാതൃകയിൽ പറയുന്നത് എന്ന് വെച്ചാൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വേണ്ടി വൻകിട വ്യവസായങ്ങളുടെ നിക്ഷേപത്തിൽ ഊന്നൽ നൽകണം. വൻകിട വ്യവസായങ്ങളിൽ നിക്ഷേപിക്കുക, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി വൻകിട വ്യവസായങ്ങളുടെ നിക്ഷേപത്തിൽ ഊന്നൽ നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന നയമാണ് ഏത് നയം? 1956 വ്യാവസായിക നയം. ഓക്കെ. അപ്പോൾ മഹലാനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുള്ള നയമാണ് 1956 വ്യാവസായിക നയം. അതിലെന്താ പറയുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഏതു തരത്തിലുള്ള നിക്ഷേപത്തിൽ ഊന്നൽ നൽകണം? വൻകിട വ്യവസായങ്ങളുടെ നിക്ഷേപത്തിൽ ഊന്നൽ നൽകണം. ഓക്കെ ആണല്ലോ. പിന്നെ ഈ നയപ്രകാരം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് എന്നുള്ളൊരു പദം കൂടി വരുന്നുണ്ട്. 1956 വ്യാവസായിക നയം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം, അതായത് പൊതുമേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് പൊതുമേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം എന്നുകൂടെ ശുപാർശ ചെയ്യുന്ന ഒരു നയമാണ് 1956 വ്യവസായിക നയം. അപ്പോൾ വൻകിട വ്യവസായങ്ങളിൽ നിക്ഷേപിക്കണം, അതോടൊപ്പം എന്താണ്? പൊതുമേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങളും വരുന്നത് ഏത് നയത്തിലാണ്? 1956 വ്യാവസായിക നയം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന, ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന്റെ മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന നയമാണ്. ഇനി ഈ നയത്തിൽ മറ്റെന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഈ നയം വ്യവസായങ്ങളെ 3ആയിട്ട് തിരിച്ചു.
എ. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള 12 വ്യവസായങ്ങൾ. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള 12 വ്യവസായങ്ങൾ. ഷെഡ്യൂൾ ബി പൊതു സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടമുള്ളതുമായ 17 വ്യവസായങ്ങൾ. അപ്പം പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള 12 വ്യവസായങ്ങളാണ് ഷെഡ്യൂൾ എയിൽ വരുന്നത്. ഷെഡ്യൂൾ ബിയിൽ എന്താണ്? പൊതു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ 12 വ്യവസായങ്ങൾ. അതിൽ എന്തുണ്ടാവും? സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടം ഉണ്ടാവും. ഓക്കെ. ഇനി ഷെഡ്യൂൾ സി. ഷെഡ്യൂൾ സിയിൽ വരുന്നത് ഈ പറയുന്ന രണ്ടിലും ഉൾപ്പെടാത്ത, ഷെഡ്യൂൾ എയിലും ഷെഡ്യൂൾ ബിയിലും പെടാത്ത വ്യവസായങ്ങളാണ് ഷെഡ്യൂൾ സിയിൽ വരുന്നത്. ഷെഡ്യൂൾ എയിലും പെടില്ല, ഷെഡ്യൂൾ ബിയിലും പെടാത്ത വ്യവസായങ്ങളാണ് ഷെഡ്യൂൾ സിയിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ വ്യവസായിക നയം 1956 വ്യാവസായിക നയം ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന, ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന്റെ മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമ്പത്തിക നയമാണ്. 1948 വ്യാവസായിക നയത്തിന്റെ പുനഃപരിശോധനയുടെ ഭാഗമായിട്ട് നിലവിൽ വന്ന നയമാണ്. ഈ നയപ്രകാരം ഇന്ത്യയിലെ വ്യവസായങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നു. ഷെഡ്യൂൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വ്യവസായങ്ങൾ, പൂർണ്ണമായി സർക്കാർ ഉടമസ്ഥതയിലുള്ളത്, സർക്കാരിന്റെയും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമായ 17 വ്യവസായങ്ങൾ. ഇവിടെ സർക്കാരിന്റെ മേൽനോട്ടം പ്രത്യേകം ഉണ്ടാകും. രണ്ടിലും പെടാത്ത വ്യവസായങ്ങളാണ് ഷെഡ്യൂൾ സിയിൽ വരുന്നത്. ഇവിടെ മഹലാനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നയമാണ്. വൻകിട വ്യവസായങ്ങൾ നിക്ഷേപിക്കണമെന്നാണ് അതിൻ്റെ കാതൽ. രണ്ടാമത്തത് എന്താ പറയുന്നത്? പൊതുമേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണമെന്നും കൂടെ ഈ നയം ശുപാർശ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സാമ്പത്തിക നയം വ്യവസായിക നയം 1977. 1977 1977 വ്യാവസായിക നയം. 2 വ്യാവസായിക നയം കഴിഞ്ഞു. ഇനി 77 വ്യാവസായിക നയമാണ്. 77 വ്യാവസായിക നയത്തിൽ 3 പോയിന്റാണ് പഠിക്കാനുള്ളത്. വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക. തദ്ദേശീയമായ വ്യവസായത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ത് വേണം? തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കണം. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കണം. ഓരോ ജില്ലയിലും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. അതായത് വിഭവങ്ങൾ വേണ്ടി നമുക്ക് ആവശ്യമുള്ള വ്യവസായങ്ങൾക്ക് ആവശ്യമായുള്ള വിഭവ സമാഹരണം എളുപ്പമാക്കുന്നതിന് വേണ്ടി ജില്ലാതല വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. തൊഴിലാളികൾക്ക് വ്യവസായശാലകളിൽ പ്രാധാന്യം നൽകണം. തൊഴിലാളികൾക്ക് ഇമ്പോർട്ടൻസ് നൽകണം. ഈ 3 കാര്യങ്ങളുമാണ് 1977 വ്യാവസായിക നയത്തിൽ പറയുന്നത്. 1977 വ്യാവസായിക നയം എന്തൊക്കെ പറയുന്നു? പൂർണ്ണമായും തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, ജില്ലാതല വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, വ്യവസായശാലകളിൽ ആർക്ക് പ്രാധാന്യം നൽകുക? വ്യവസായശാലകളിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകുക എന്നീ 3 കാര്യങ്ങളാണ് 1977 വ്യാവസായിക നയത്തിൽ പറയുന്നത്. 1977 വ്യാവസായിക നയത്തിൽ ഈ 3 കാര്യങ്ങളാണ്. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, ജില്ലാതല വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വ്യാവസായിക നയം നിലവിൽ വന്നത് 1980 ജൂലൈ 23. 1980 വ്യാവസായിക നയം നിലവിൽ വന്നത് 1980 ജൂലൈ 23. ഈ വ്യവസായ നയത്തിന്റെ അടിസ്ഥാനം 1956 വ്യാവസായിക നയമാണ്. 56 വ്യാവസായിക നയം നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന, ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന്റെ മാഗ്ന കാർട്ട, മഹലാനോബിസ് വളർച്ചാ മാതൃക, പിന്നെ പൊതുമേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അപ്പോൾ ആ ഒരു വ്യവസായ നയത്തെ അടിസ്ഥാനപ്പെടുത്തി ഫോം ചെയ്തിട്ടുള്ള വ്യവസായ നയമാണ് 1980 വ്യാവസായ നയം. 1980 ജൂലൈ 23 നിലവിൽ വന്നത്. ഈ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യവസായ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ സാമ്പത്തിക നീതിയും സാമ്പത്തിക പുരോഗതിയും നേടുക എന്നതാണ്. സാമ്പത്തിക നീതിയും സാമ്പത്തിക പുരോഗതിയും നേടുക എന്നതാണ് 1980 വ്യാവസായിക നയത്തിന്റെ ലക്ഷ്യം. സാമ്പത്തിക നീതിയും സാമ്പത്തിക പുരോഗതിയും നേടുക. ഓക്കെ ആണല്ലോ. എന്നാ വന്നത്? നിലവിൽ വന്നത് 1980 ജൂലൈ 23. അടിസ്ഥാനമായിട്ടുള്ള വ്യവസായ നയം ഏതാണ്? 56 വ്യവസായ നയം. അപ്പോൾ ഇതിൽ പറയുന്നത് ചെറുകിട വ്യവസായികളുടെ നിക്ഷേപ പരിധി 2 ലാഖിൽ നിന്ന് 20 ലാഖായിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം
ചെറുകിട വ്യവസായങ്ങളുടെ നിക്ഷേപ പരിധി 2 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ച വ്യാവസായിക നയമാണ് 1980 വ്യവസായ നയം. തുടർന്ന് ഇതുമായി അനുബന്ധപ്പെട്ട മേഖലകളുടെ നിക്ഷേപ പരിധി 25 ലക്ഷമായിട്ടും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ചെറുകിട മേഖലകളുടെ നിക്ഷേപ പരിധി 2 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയായും അനുബന്ധ വ്യവസായങ്ങൾക്ക് 25 ലക്ഷം രൂപയായിട്ടും വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ച വ്യവസായ നയമാണ് 80 വ്യവസായ നയം. ഇപ്പൊ 80 വ്യവസായ നയം 56 വ്യവസായ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നത്. ഇവിടെ എന്താ പറയുന്നത്? സാമ്പത്തിക നീതിയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിടുക എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. എന്നാ നിലവിൽ വന്നത് 80 ജൂലൈ 21. ചെറുകിട മേഖലകളുടെ ചെറുകിട വ്യവസായങ്ങളുടെ നിക്ഷേപ പരിധി 2 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയായും അനുബന്ധ വ്യവസായങ്ങൾക്ക് 25 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു. നെക്സ്റ്റ് 1991 വ്യവസായ നയം. 1991 വ്യാവസായിക നയം നിലവിൽ വന്നത് 1991 ജൂലൈ 24 നമ്മൾ നേരത്തെ പറഞ്ഞ 50 ജൂലൈ 23. ഇവിടെ ജൂലൈ 24 പക്ഷേ വർഷം ഏതാണ്? 1991 വ്യാവസായിക നയമാണ്. 1991 വ്യാവസായിക നയം. അപ്പോൾ ഈ നയത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പിന്നോക്ക മേഖലകളിൽ നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. പിന്നോക്ക മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. മേഖല. രണ്ടാമത്തെ, വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂന്നാമത്തേത്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങാനാണെങ്കിൽ പ്രവർത്തനാനുമതിയൊക്കെ വാങ്ങണ്ടേ? അപ്പം അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ കുറച്ച് കുറയ്ക്കുക. അപ്പോൾ ലൈസൻസിങ് ഒക്കെ കുറച്ച് കുറയ്ക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ് 1991 ജൂലൈ 24 നിലവിൽ വന്ന വ്യാവസായിക നയത്തിൽ പറയുന്നത്. എന്താണ്? പിന്നോക്ക മേഖലകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക, വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള നിബന്ധനകളൊക്കെ കുറച്ച് കുറയ്ക്കുക, ലൈസൻസിങ് ഒക്കെ കുറച്ച് കുറയ്ക്കുക. ഈ 3 കാര്യങ്ങളാണ് മൂന്നാമത്തിൽ വരുന്നത്. എന്തൊക്കെയാണ്? പിന്നോക്ക മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക, വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക, ലൈസൻസിങ് ചുരുക്കുക. ഇത്രയും കാര്യങ്ങൾ എന്നാ നിലവിൽ വന്നേ 91 ജൂലൈ 24. 5 വ്യാവസായിക നയം നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വ്യാവസായിക നയം 1948 വ്യാവസായിക നയമായിരുന്നു. ഈ നയപ്രകാരം എന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായി നിർവചിച്ചിരിക്കുന്നു. ഇത് പ്രകാരം ഇന്ത്യയിലെ വ്യവസായങ്ങൾ എത്രയായിട്ട് തിരിച്ചു? 4 ആയിട്ട് തിരിച്ചു. പൊതുമേഖലാ വ്യവസായങ്ങൾ, സ്വകാര്യ മേഖലാ വ്യവസായങ്ങൾ, പൊതു സ്വകാര്യ വ്യവസായങ്ങൾ, സ്വകാര്യ സഹകരണ വ്യവസായങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ വ്യാവസായിക നയം 1956. 48 വ്യവസായ നയത്തിന്റെ പുനഃപരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന നയമാണ് 56 വ്യാവസായിക നയം. മഹലാനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന നയമാണ്. എന്താണ് മഹലാനോബിസ് വളർച്ചാ മാതൃക? ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വൻകിട വ്യവസായങ്ങളുടെ നിക്ഷേപത്തിന് ഊന്നൽ നൽകുക എന്നാണ് മഹലാനോബിസ് വളർച്ചാ മാതൃക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊതുമേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണമെന്നും ഈ ഒരു നയം ശുപാർശ ചെയ്യുന്നു. ഈ നയപ്രകാരം വ്യവസായങ്ങൾ എത്രയായി തിരിച്ചു? 3 ആയിട്ട്. ഷെഡ്യൂൾ എ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള 12 വ്യവസായങ്ങൾ. ഷെഡ്യൂൾ ബി സ്വകാര്യ മേഖലയിലുള്ളതും പിന്നെ എന്താണ് പൊതുമേഖലയിലുള്ളതും രണ്ടും കൂടി നിലനിൽക്കുന്ന വ്യവസായങ്ങളാണ് വരുന്നത്. അവിടെ എന്താണ് 17 വ്യവസായങ്ങൾ ഷെഡ്യൂൾ എയിലും ഷെഡ്യൂൾ ബിയിലും പെടാത്ത മറ്റു വ്യവസായങ്ങളാണ് വരുന്നത്. പിന്നെ 77 നയത്തിൽ എന്താ പറയുന്നത്? വ്യാവസായിക നയത്തിൽ തദ്ദേശീയമായ സാങ്കേതിക വികസിപ്പിക്കുക, ജില്ലാതല വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, തൊഴിലാളികൾക്ക് വ്യവസായശാലകളെ പ്രാധാന്യം നൽകുക. ഇനി അടുത്തത് 77 കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? 80 ജൂലൈ 23 നിലവിൽ വന്ന വ്യാവസായിക നയമാണ് അല്ലേ. 80 അതിലെന്താ പറയുന്നത്? സാമ്പത്തിക നീതിയും സാമ്പത്തിക പുരോഗതിയും നേടുക എന്നതാണ് ലക്ഷ്യം. അവിടെ എന്തൊക്കെയാണ്? 2 ലക്ഷം രൂപയിൽ നിന്ന് ചെറുകിട വ്യവസായങ്ങളിൽ നിക്ഷേപ പരിധി 2 നിന്ന് 20 ലക്ഷം രൂപയാക്കുക, അനുബന്ധ വ്യവസായങ്ങൾക്ക് 25 ലക്ഷം രൂപയാക്കുക. 1991 ജൂലൈ 24 നിലവിൽ വന്ന വ്യാവസായിക നയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അതിലെന്തൊക്കെയാണ്? പിന്നോക്ക മേഖലകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക, വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക, പിന്നെ ലൈസൻസിങ് ഒക്കെ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് വ്യാവസായിക നയത്തിൽ പഠിക്കാനുള്ള വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട പല എക്സാമിനും വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.